കൈപിടിച്ചുയർത്തുന്ന രക്ഷകൻ. ഇനി എന്ത് ചെയ്യും, എന്ത് സംഭവിക്കുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി എത്തുന്നയാൾ. അതായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 മത്സരത്തിൽ നാം കണ്ട ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യയുടെ ക്രിക്കറ്റ് ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ യുവതാരം എന്ന നിലയിൽ ടീമിലെത്തിയതാണ് അദ്ദേഹം. അന്നു മുതൽ പരിക്ക് അയാളെ വല്ലാതെ വേട്ടയാടിയിരുന്നു. പരിക്കുകൾ കാരണം അദ്ദേഹത്തിന് ദീർഘനാൾ കളത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരെ വന്നു. എന്നാൽ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഇന്ത്യൻ ടീമിന് അയാൾ എത്രത്തോളം മുതൽക്കൂട്ടാണ് എന്നതിനുള്ള തെളിവാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ വൈറ്റ് ബോൾ ഫോർമാറ്റിലെ അയാളുടെ സ്റ്റാറ്റസ്. ആ ഹാർഡ് ഹിറ്റിംഗ് പാണ്ഡ്യയെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20യിലും നാം കണ്ടു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന് നഷ്ടം. നേരിട്ട് ആദ്യ പന്ത് ബൗണ്ടറി പായിച്ച ഗിൽ തുടങ്ങിയെങ്കിലും രണ്ടാം പന്തിൽ ഔട്ട്. മൂന്നാം ഓവറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 12 റൺസിനും പുറത്തായി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ നില 2-40 റൺസ്. ക്യാപ്റ്റന് പിന്നാലെ അഭിഷേക് ശർമ്മയും വീണതോടെ ഇന്ത്യ പ്രതിരോധത്തിൽ. ഇന്ത്യ 11.4 ഓവറിൽ നിൽക്കെ തിലക് വർമ്മ കൂടി മടങ്ങിയപ്പോൾ ഇന്ത്യയുടെ സ്കോർ 4-78 എന്ന നിലയിൽ. ആ നിലയിൽ നിന്നാണ് ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ശിവം ദൂബെ, ജിതേഷ് ശർമ്മ എന്നിവർക്കൊപ്പം നിർണായകമായ 3 പാർട്ട്ണർഷിപ്പുകൾ പടുത്തുയർത്തിയത്. 20 ഓവറിൽ 6-175 എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ ഹാർദിക്കിന്റെ സ്കോർ 28-59 റൺസ് നോട്ട് ഔട്ട്. 6 ബൗണ്ടറികളും 4 സിക്സറുകളും ആ റൺവേട്ടയിലൂടെ ഹാർദിക് അക്കൗണ്ടിലുമാക്കി. പരിക്ക് മൂലം 2 മാസമാണ് ഹാർദിക്കിന് ഗ്രൗണ്ടിന് പുറത്തിരിക്കേണ്ടി വന്നത്. ആ വിഷമം ഹാർദിക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് വെടിക്കെട്ടുകൊണ്ട് തന്നെ ആഘോഷിച്ചു. അങ്ങനെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം T20യിൽ നീലപ്പടക്കി 101 റൺസിന്റെ ആധികാരിക ജയം. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയുടെ പോരാട്ടം 74-ൽ അവസാനിച്ചു. ഇന്ത്യൻ ബൗളർമാർ അവസാനിപ്പിച്ചു.